ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്ന വണ്ടി റോയൽ എൻഫീൽഡിൻ്റെ കോണ്ടിനെൻ്റൽ GT 535cc വണ്ടിയാണ്. അപ്പം ജസ്റ്റ് കസ്റ്റമർ സെൽഫ് സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ്. അങ്ങനെ ജസ്റ്റ് ഞാനൊന്ന് ഊരിയൊക്കെ നോക്കി എന്താ കംപ്ലൈൻറ്റ് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കാണുന്ന 19 വോൾട്ട് ജസ്റ്റ് ഒന്ന് ഊരി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റാർട്ടർ ക്ലച്ച് അഥവാ വൺ വേ ക്ലച്ച് പറയുന്ന സാധനം കയ്യിൽ ഊരിയെടുക്കാം. അപ്പം എന്താ ഈ കാണുന്നതാണ് സ്റ്റാർട്ടർ ക്ലച്ച് അഥവാ വൺ വേ ക്ലച്ച് പറയും. ജസ്റ്റ് സെൽഫ് അടിക്കുമ്പോൾ ഈ സാധനം കറങ്ങിയിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പം ജസ്റ്റ് ഇതെന്താ സംഭവം എന്നുള്ളത് പരിചയപ്പെടുത്താം. ഇതിൽ ഈ കാണുന്ന 2 ടീത്ത് കാണണ്ടല്ലോ, അതിൽ ഒന്ന് വലുപ്പമുള്ള ഒന്ന് ചെറുത് വരുന്നത്. അപ്പം ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളും കുടുങ്ങിക്കുന്നത്. അപ്പം ഇങ്ങനെ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ 2 സൈഡിലും സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പിന്നെ അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, ഷട്ടർ ക്ലച്ച് മാറ്റണം. അപ്പം 4200 ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഒറിജിനൽ റേറ്റ്. ചിലത് വിത്തൗട്ട് സാധനം കിട്ടാണ്ട്, വിത്തൗട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അല്ലാത്ത സാധനങ്ങളും കിട്ടാണ്ട്. ഈ കാണുന്നതാണ് സ്റ്റാർട്ടർ ക്ലച്ചിൻ്റെ ബാരിങ് വരുന്നത്. ഇത് പുതിയതാണ് ഈ ബാരിങ്. അപ്പം ഈ ബാരിങ് ആണ് ചിലത് മാറ്റിയിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടർ ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് തീർത്തും ഇല്ലാതെ ആവലുണ്ട്. എന്നാൽ പോലും ഈ വണ്ടി ഏകദേശം സ്ക്രാച്ചും കാര്യങ്ങളുള്ളതിനോണ്ട് ഇത് അസംബ്ലി ആയിട്ട് തന്നെ മാറ്റണം. ബാരിങ് മാറ്റിയിട്ടിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 സ്ലീവിലും സ്ക്രാച്ച് ഉണങ്ങിപ്പോയി. അപ്പം സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പിന്നെ സെൽഫ് അടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. ഈ ബാരിങ്ങും പിന്നെ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കസ്റ്റമറോട് കാര്യം പറഞ്ഞ് ബാരിങ് മാറ്റിയിട്ട് കാര്യമില്ല പറഞ്ഞപ്പം കസ്റ്റമർ പറഞ്ഞാൽ മാറ്റിക്കോടാനാണ് പറഞ്ഞ്. ഈ കാണുന്ന കണ്ടില്ലേ, ഇത് ഒരു സൈഡിലേക്ക് കറങ്ങുന്നുള്ളൂ, മറ്റേ സൈഡിലേക്ക് റിട്ടേൺ കറങ്ങൂല. അതാണ് വൺ വേ ക്ലച്ച് എന്ന് വിളിക്കാനുള്ള കാരണം തന്നെ. അപ്പോൾ ഇത് സംഭവം ചെറിയൊരു സ്ക്രാച്ചൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലേനു. ഇപ്പോൾ അത്യാവശ്യം സ്ക്രാച്ച് ആയതുകൊണ്ട് ഈ ഉള്ളിലുള്ള ബാരിങ് കാര്യങ്ങളും പൊട്ടിയിട്ട് പിന്നെ അതിൻ്റെ ബാരിങ് കാര്യങ്ങളും ഇതെല്ലാം സ്ക്രാച്ച് കൊടുക്കുന്നത് അങ്ങനെയാണ്. പൊട്ടിയിട്ട് കറങ്ങും, സെൽഫ് അടിക്കുമ്പോൾ കറങ്ങുമ്പോഴാണ് ഈ 2 സ്ലീവിലും സ്ക്രാച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ സ്ക്രാച്ചൊക്കെ ആണെങ്കിൽ പോളിഷ് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡി ആവുന്നതാണ്. എന്നിട്ട് ബാരിങ് മാറ്റിയിട്ടാൽ റെഡി ആവുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം സ്ക്രാച്ച് ഉള്ളതിനോണ്ട് സ്റ്റാർട്ടർ ക്ലച്ച് മാറ്റിയിട്ട് തന്നെ വേണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ.